പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഗ്രേറ്റ് ഗോഡ് വി സെർവ്. നാം സേവിക്കുന്ന കർത്താവ് എത്ര വലിയ കർത്താവാണ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എല്ലാത്തിന്റെ മേലും പൂർണ്ണ അധികാരം സ്വർഗത്തിൽ നമ്മുടെ പിതാവിനാണ്. അതോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മൾ ആരും ഒരു സഭയുടെ ഭാഗമല്ല ആയത്. നമ്മളൊരു രാജ്യത്തിന്റെ ഭാഗമായി മാറി, ദൈവരാജ്യത്തിന്റെ ഭാഗമായി. നമ്മൾ വി ആർ കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ. വി ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭവനക്കാരായി എന്നെ നിങ്ങളെയും കർത്താവ് തീർത്തു. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം ഈ പ്രഭാതത്തിൽ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവിന് പൂർണ്ണ അധികാരം. ആൻഡ് ഗോഡ് ഈസ് ഗുഡ്. എൻ്റെ കർത്താവ് നല്ലവനാണ്. ദോഷമായിട്ടൊന്നും വരാൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സമ്മതിക്കത്തില്ല. കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയാണേലും ഏത് വെല്ലുവിളിയാണേലും അതിന്റെ അകത്ത് എന്നെ തള്ളിക്കളയാത്ത, എന്നെ ഉപേക്ഷിക്കാത്ത, എന്നോട് ചേർത്ത് ഇന്നലെ ഒരു സഹോദരൻ എന്നെ ദുബൈയിൽ നിന്ന് വിളിച്ചു. താന് ജബലലി എന്ന് പറഞ്ഞ സ്ഥലത്ത് താനൊരു ബിസിനസ് ആരംഭിച്ചു. എന്നാൽ 6 മാസമേ ആയുള്ളൂ. പക്ഷേ വലിയ ഒരു ബിസിനസ് ഫെയിലിയർ തന്റെ ജീവിതത്തിലുണ്ടായി. ഒരു പ്രതികൂലമായ കാറ്റുണ്ടായി. ഇപ്പോൾ യുദ്ധം വന്നപ്പം തിങ്സ് ഹാവ് ബിക്കം ഹാർഡർ. ഒന്നും മൂവ് ആകുന്നില്ല. വല്ലാതൊരു പ്രതിസന്ധി. ഞാൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, ഷീന, ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിന്റെ 20ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ചാടിയാലോ എന്ന് വിചാരിക്കാം. എൻ്റെ ഗോഡ് ഈസ് ഗുഡ്. ഒരു പ്രതിസന്ധിയോ ഒരു വിഷയമോ കണ്ട് ദൈവമക്കളെ എങ്ങും ഓടിപ്പോകരുത്. ഒരു പ്രതിസന്ധിക്ക് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ ബൈബിളിലോട്ട് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അധികം സംസാരിക്കാത്ത ഒരു പുസ്തകം യോബിന്റെ പുസ്തകമാണ്. യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്നത് യോബിന്റെ നേരിട്ട കഷ്ടതകൾ, തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതികൂലങ്ങൾ. എന്നാൽ എനിക്ക് യോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, യോബിനെ ദൈവം അനുഗ്രഹിച്ചു. ഗോഡ് ബ്ലെസ്ഡ് ഹിം. പിശാചിന് അസൂയ മൂത്തിട്ട് ദൈവത്തോട് പറഞ്ഞു, നീ അവന്റെ ചുറ്റും ഒരു വേലി കെട്ടി അവനെ അനുഗ്രഹിച്ചിരിക്കുക, അതൊന്ന് പൊളിച്ചു തരുവാണെങ്കിൽ ഞാൻ ഇപ്പം കാണിച്ചു തരാം. നോക്ക്, അവൻ നിമിഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, നിന്നെ തള്ളിപ്പറയും. കർത്താവ് ആ വേലി അങ്ങ് പൊളിച്ചു കൊടുത്തു. കർത്താവിന് അറിയാം യോബ് ഒരിക്കലും തള്ളി പറയത്തില്ല. യോബിന് ഒത്തിരി പ്രഷർ വന്നു. തന്റെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ വന്നു. ഒത്തിരി കഷ്ടങ്ങളിലൂടെ താൻ കടന്നുപോയി. തന്റെ ജീവിത പങ്കാളി ഉൾപ്പെടെ പറഞ്ഞു, ഈ ദൈവത്തെ എന്തിനാ സേവിക്കുന്നതെന്ന് ചോദിച്ച സമയങ്ങളുണ്ട്. പക്ഷേ യോബ് തള്ളിക്കളഞ്ഞില്ല, തള്ളി പറഞ്ഞില്ല. എന്നാൽ നമ്മൾ കാണുന്ന മൂന്നാമത്തെ കാര്യം, ഗോഡ് റെസ്റ്റോർഡ്. യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു. അല്ലേ? അപ്പം എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലം യോബിന് ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ഒരു കാലം യോബിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ നഷ്ടം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു നഷ്ടം. ഇന്നലെ ഞാൻ ആ സഹോദരനോട് ഇത് തന്നെ പറഞ്ഞു, ബ്രദറെ, കടന്നു പോകുന്ന ഈ നഷ്ടം ഇതുകൊണ്ട് 20ാം നിലയിൽ നിന്ന് താഴോട്ട് ചാടാമെന്ന് വിചാരിക്കേണ്ട. ദിസ് ഇസ് ടെമ്പററി. ഞാൻ എപ്പോഴും പറയും, നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഷോർട്ട് ലീവ്ഡ് ആണ്. അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും തേജസ്സേറിയതാണ് എന്റെ കർത്താവ് എന്റെ മുമ്പിൽ ഒരുക്കി വെച്ചത്. യോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ എന്റെ കർത്താവ് ഇരട്ടിയായി മടക്കി കൊടുത്തെന്ന് ദൈവവചനമുണ്ട്. പ്ലീസ് ഡു യു ബിലീവ്? എന്റെ കർത്താവ് ക്രിസ്തു ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട അങ്ങ് നിന്നേ. ആ കർത്താവ് എന്ത് കാറ്റ് വന്നാലും എന്ത് പ്രതികൂലം വന്നാലും ആ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടോ ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ആ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ടാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ ജീവിതം തകർന്നു പോകത്തില്ല. മത്തായി സുവിശേഷം 7ാം അധ്യായത്തില് നമ്മള് പാറമേൽ വീട് പണിത ഒരു മനുഷ്യനെയും മണലിന്മേൽ വീട് പണിത ഒരു മനുഷ്യനെയും കാണുന്നുണ്ട്. അല്ലെ? യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, പാറമേൽ
വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അലകൾ അതിന്മേൽ വന്നു. പക്ഷെ പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ നിങ്ങൾ വീട് പണിതിട്ടുണ്ടോ? അത് ഉറപ്പുള്ളതാ, ബലമുള്ളതാ. എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ ഭവനം തകർന്നു പോകുവാൻ, നിങ്ങളുടെ തലമുറകൾ തകർന്നു പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. പാറമേൽ വീട് പണിത പാറമേൽ പണിത വീടിന്റെ മേലും മണലിന്മേൽ പണിത വീടിന്റെ മേലും ഒരുപോലെയാ കാറ്റും വൻമഴയൊക്കെ ചൊരിഞ്ഞത്. പക്ഷെ മണലിന്മേൽ അപ്പൊ യുദ്ധം വരുമ്പോഴും ഒരു പ്രതിസന്ധി കോവിഡ് വന്നപ്പോ എല്ലാവർക്കും വന്നില്ലേ? ലോകം മുഴുവൻ അത് വന്നില്ലേ? പ്രതിസന്ധി വരുമ്പോ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിന്റെ അകത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പോക്കുവഴിയുണ്ട്. അതിന്റെ അകത്ത് ചില വഴികൾ കർത്താവ് തുറക്കും. ഞാൻ എപ്പോഴും പറയല്ലേ, പ്രതികൂലത്തിന്റെ അകത്താ ദൈവത്തിന്റെ വഴി ഇരിക്കുന്നത്, അല്ലെ? നമ്മളെ അതിനായിട്ടാ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് താഴോട്ട് ചാടിയേക്കാം. ഞാനത് കുറ്റമായിട്ട് പറഞ്ഞല്ല. സമാനമായ അനുഭവങ്ങളിൽ അങ്ങനെ തോന്നും. സമാനമായ അനുഭവങ്ങളിൽ ഞാനും കടന്നുപോയത്, എന്റെ ജീവിതവും കടന്നുപോയത്. എത്രയോ പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ പോയതാണ്, ജീവിതം അവസാനിപ്പിക്കാൻ പോയതാണ്. ഇനി ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന് ഒരിക്കലും വിചാരിക്കാൻ സാധിച്ചു. പക്ഷെ ആ കണ്ണിനെ കുരുടാക്കും. നമ്മുടെ ഒരു സ്ഥലം വിട്ടാൽ മതി, എല്ലാം തീരാൻ. പക്ഷേ നമ്മുടെ അഭിമാനം, അയ്യോ മറ്റുള്ളവർ ഇതറിയും, ഞാൻ തകർന്നു നടക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ. പക്ഷെ ആ ക്രിസ്തുവിൽ വന്നപ്പോൾ അതൊന്നും ഒരു വിഷയമായി തീർന്നില്ല. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടാണോ നിങ്ങൾ നിൽക്കുന്ന, ഏത് പ്രതികൂലം വന്നാലും അതിൽ തകർന്നു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ആ മണലിന്മേൽ, എനിക്ക് എപ്പോഴും തോമസ് ബ്രദർ പറയുന്ന ഒരു വാക്കാ, മണലിന്മേൽ പണിത മനുഷ്യരുടെ അഭിപ്രായത്തിന്റെ മേൽ പണിയുന്നവർ അവര് തകർന്നു പോകും, മറ്റുള്ളവരുടെ വാക്ക് കേട്ട്. പക്ഷെ ആ കർത്താവിൽ നിന്ന് കേട്ട് ഈ വചനം അനുസരിച്ച് ആ ക്രിസ്തു എന്ന പാറമേൽ ഒരിക്കലും തകരാത്ത, മരണത്തെ പോലും തോൽപ്പിച്ച ആ കർത്താവിന്റെ മേൽ അടിസ്ഥാനമിട്ട ആ പാറമേൽ നമ്മുടെ ഭവനം പണിതാൽ, നമ്മളെ പണിതാൽ, ആ കർത്താവിന്റെ കൂടെ നമ്മളായിരുന്നാൽ, കർത്താവിനെ രക്ഷിതാവും രക്ഷകനുമായി സ്വീകരിച്ചവർ, ആ കർത്താവിനെ ആ വെള്ളത്തിൽ സ്നാനപ്പെട്ടവർ ഒരിക്കലും തളർന്നും തകർന്നും പോകത്തില്ല. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യം വന്നാലും, യുദ്ധം വന്നാലും, ക്ഷാമം വന്നാലും, അവിടെയെല്ലാം ക്ഷേമമായി പോറ്റാൻ, അല്ലെ? ആ ഏലിയാവിനെ കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുപ്പിച്ചു. ഒന്ന് ഓർത്തു നോക്കിയേ, കാക്ക എന്തെങ്കിലും കൊടുക്കുവോ ആർക്കെങ്കിലും? കാക്കയ്ക്ക് കിട്ടുന്നതും കൊണ്ട് കാക്ക പറന്നു പോകത്തേ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ലേ പക്ഷെ അതിനെ പോലും ആ കർത്താവ്, ഏലിയാവിനെ പോറ്റിയ കർത്താവ്, ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഏലിയാവിന്റെ കാക്ക ചിലപ്പം ചത്തുപോയാൽ, കാക്കയുടെ സ്വിഗ്ഗി തീർന്നാലും സറാഫത്തിൽ ഒരു വിധവയെ ഒരുക്കിയിട്ടുണ്ട്. യുദ്ധം വന്നാലും ക്ഷാമം വന്നാലും അവിടെയെല്ലാം ക്ഷേമമായി അന്നത്തേക്കുള്ളത്. അതിലേക്ക് നമ്മൾ ആ കർത്താവിലേക്ക് നോക്കി ഒന്ന് തൃപ്തിയോടെ ഒന്ന് ഇരുന്നേ. നമ്മൾ ഈ വിഷയങ്ങളെ ഒത്തിരി വിഷയം ഫോക്കസ്ഡ് ആകാതെ, ഒത്തിരി വിഷയങ്ങളെ നോക്കാതെ, ഷിന പറഞ്ഞ പോലെ കർത്താവിലോട്ട് അങ്ങ് നോക്കി അങ്ങ് ഇരുന്നാൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അതുകൊണ്ട് ക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് നിങ്ങളുടെ ഭവനം പണിതാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ, നിങ്ങൾ ഓരോ കാര്യം ചെല്ലുമ്പോൾ ആ കർത്താവിൽ അങ്ങ് ചെയ്താൽ ഒന്നിലും നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. ആ കർത്താവിൽ ഞാൻ എല്ലാം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ആണേലും വളർത്തുന്നത് ആ കർത്താവിൽ അങ്ങ് വളർത്തിയാൽ മതി. അന്നേരം നമ്മൾ പറയുമ്പം കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ആരൊക്കെയുണ്ട്. ഒന്നും ഭാരപ്പെടരുത്. ആ കുഞ്ഞിനെ യേശുവിന്റെ കയ്യിലോട്ട് കൊടുക്കണം. ഞാൻ എല്ലാ കുടുംബങ്ങളോടും മിക്ക ഞായറാഴ്ചകളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഭായോഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തണം. ഇവിടെ കൊണ്ടുവന്ന് 2 മണിക്കൂർ അവരുടെ ജീവിതത്തിൽ അത് വേസ്റ്റ് അല്ല. അവരുടെ ജീവിതത്തിൽ ഇവിടുന്ന് അവരെ പിടിച്ചെടുക്കുന്നതാണ് അവരുടെ ജീവിതത്തെ മുഴുവൻ പണിയുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ആ വിഷയത്തിന് മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. കർത്താവിൽ അടിസ്ഥാനപ്പെട്ട് എന്ത് ചെയ്താലും ആ കർത്താവിൽ മുൻനിർത്തി ആ പാറമേൽ അടിസ്ഥാനപ്പെട്ട് നടന്നാൽ, പറഞ്ഞാൽ, ഈ വാഗ്ദത്തം വിശ്വസിച്ച് അത് തന്നെ ഏറ്റു പറഞ്ഞ് നടന്നാൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ ഭവനം ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. വായ്പ വാങ്ങത്തില്ല, കൊടുക്കുന്നവരായിട്ട് കർത്താവ് തീർക്കും. അത്ഭുതം ജീവിതത്തിൽ നടക്കുമെന്ന് ആ കർത്താവിൽ വിശ്വസിച്ചു ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. വളരെ ഗ്രേറ്റ് വേർഡ് അല്ലേ? എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെല്ലാവരും പാറമേൽ അടിസ്ഥാനപ്പെട്ട്
ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായി. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന ഒന്നും ലജ്ജിച്ചു പോകത്തില്ല. അതിനോട് ചേർത്തൊരു വചനം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം അതിന്റെ 28 അധ്യായം അതിന്റെ 16 വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം നോക്ക്, യെശയ്യാ പ്രവാചകൻ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന ഒരു തലമുറയെക്കുറിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടവർ ഉറപ്പുള്ളവരായിരിക്കും. അവര് കുലുങ്ങാത്തവരായിരിക്കും. അവരൊരു പ്രതിസന്ധി കണ്ടാൽ, ഒരു വെല്ലുവിളി കണ്ടാൽ തീർന്നു പോയെന്ന് പറയപ്പെടുന്നവരല്ല. ഇല്ല, ആ പ്രതിസന്ധിക്ക് അകത്തോട്ട് അവർ പറയും, ഇല്ല, കർത്താവ് എന്റെ കൂടെയുണ്ട്. ഇതിന്റെ അകത്ത് എനിക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറക്കും. ഇതിന്റെ അകത്ത് കർത്താവ് ചില നന്മകൾ ചെയ്യും. ഈ പ്രതിസന്ധിയാണ് എന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാൻ പോകുന്നത്. ഈ പ്രതിസന്ധി കണ്ട് അവർ നിലവിളിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിക്കത്തില്ല. കാരണം ഞാൻ പണിയപ്പെട്ടിരിക്കുന്നത് ഉറപ്പുള്ള പാറമേലാണ്, അടിസ്ഥാനപ്പെട്ട പാറമേലാണ്. ഞാൻ ഇന്നലെ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ കോന്നി ഭാഗത്ത് വന്നപ്പം, കോന്നി ഭാഗത്തോടെ ഞാൻ വരുമ്പം അവിടെ ഒരു പള്ളിയുടെ മതിൽ പണിയുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മതിലല്ല, ഒരു 4-5 അടി വീതിയിൽ അതിന്റെ അടിസ്ഥാനം 5 റോഡിന്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്തിരിക്കും. ഒരു മെയിൻ റോഡില്ല, ഒരു സൈഡ് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഞാനിപ്പോ 1 മിനിറ്റ് കാർ ഒന്ന് ചവിട്ടി ആ പണിയൊന്ന് നോക്ക്. ആ പണി നോക്കിയപ്പം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ പാറമേൽ അടിസ്ഥാനം പണിയപ്പെട്ടിരിക്കുന്നത്, അല്ലെ പ്രിയപ്പെട്ടവരെ? അതുപോലെ എന്ന് പറഞ്ഞാൽ, കാരണം അതിന്റെ ആ പള്ളി ഒത്തിരി പൊങ്ങിയായിരിക്കുന്നത്, ആ സൈഡ് മുഴുവൻ ഇത്രയും ഖനത്തിൽ അവര് കെട്ടി പൊക്കി അവർ കൊണ്ടുവരുവാണ്. അപ്പൊ ഇന്നാൾ ആരണ്ടോ പറഞ്ഞു, ഒരു എഞ്ചിനീയർ പറഞ്ഞു, അത് ഇതിന്റെ അടിസ്ഥാനം അത്ര അങ്ങോട്ട് പോരെ, അതുകൊണ്ട് മേളി പറയുന്ന റൂം ആളെ പറഞ്ഞു, ഒരു കാര്യം മേളി നമുക്ക് സ്ട്രോങ് ആയിട്ട് പണിതേക്കാം. പക്ഷെ അടിസ്ഥാനമാണ് ക്രിസ്തു എന്ന അടിസ്ഥാനം. ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേൽ പണിതിരിക്കുന്ന ഒരു വ്യക്തിയും കൊടുങ്കാറ്റ് അടിച്ചേക്കാം, പ്രതിസന്ധി വന്നേക്കാം, പക്ഷേ ലജ്ജിച്ച് പോകാൻ എന്റെ കർത്താവ് സമ്മതിക്കും. അടിസ്ഥാനം താഴോട്ട് പണിയുമ്പോ അത് ആരും കാണുന്നില്ല. അടിസ്ഥാനം കാണണമെന്നില്ല. അടിസ്ഥാനം വെളി എക്സ്പോസ്ഡ് അല്ല, അത് വെളി കാണുന്നു. കാറ്റും കോളും ഒരു പ്രതികൂലവും വരുമ്പോ അവിടെ ഒരു കാറ്റ് കടന്നുപോയി കഴിയുമ്പോൾ അറിയാം ഞാൻ ആ കർത്താവിൽ. അത് നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലേ? പ്ലീസ്, കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രതിസന്ധിക്കകത്ത് നിൽക്കാൻ പറ്റിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഓടിപ്പോകത്തില്ല. വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്. പ്ലീസ്, ഞാൻ ഉറപ്പുള്ള ഒരു അടിസ്ഥാനം. ആ അടിസ്ഥാനമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ അടിസ്ഥാനത്തിന്മേലാണ് എന്നെയും നിങ്ങളെയും കർത്താവ് പണിതിരിക്കുന്നത്. വൻമഴ ചൊരിഞ്ഞേക്കാം, കാറ്റടിച്ചേക്കാം, എന്നാൽ മറന്നു പോകരുത്, നമ്മൾ മണലിന്മേൽ പണിതവരല്ല, നമ്മൾ പാറമേൽ ക്രിസ്തു എന്ന ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ. കാറ്റടിച്ചേക്കാം, കൊടുങ്കാറ്റ് വന്നേക്കാം, പക്ഷെ വീഴത്തില്ല. പ്രതിസന്ധികൾ വന്നേക്കാം, ചിലപ്പോൾ യുദ്ധം വന്നേക്കാം, യുദ്ധശ്രുതികൾ വന്നേക്കാം. ആ ഇയ്യോബിന്റെ കാലം പോയി വീണ്ടും ഒരു കാലമുണ്ട്. അത് ഇയ്യോബിന്റെ, നമ്മൾ എപ്പോഴും പറയുന്ന ഇയ്യോബിന്റെ കഷ്ടതയല്ല, കഷ്ടത കഴിഞ്ഞുള്ള ഒരു കാലമുണ്ട്. ആ പണ്ടുണ്ടായിരുന്നതിലും ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ച ഒരു കാലമുണ്ട്. ഒരു പ്രതിസന്ധികളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ട വരും. പക്ഷേ ആ വെല്ലുവിളിക്കകത്തും സ്റ്റാൻഡ് ചെയ്യാൻ, ആ ഉറപ്പുള്ള ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ അവിടെയെല്ലാം ഉറപ്പോടെ ബലത്തോടെ നിൽക്കാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും കർത്താവ് കൃപ തരും. എഫെസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ, നമ്മൾ ദൂരസ്ഥരായിരുന്ന നമ്മൾ എവിടെയായിരുന്നു? വി ലീവ്ഡ് അവേ ഫ്രം ഗോഡ്. നമ്മൾ കർത്താവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്ന വ്യക്തിയല്ല. കർത്താവ് തന്നെ നമ്മുടെ ഹൃദയം തുറന്നു. കർത്താവ് യോഹന്നാൻ 15:16 പറയുന്നത് പോലെ, പ്ലീസ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ദൂരസ്ഥരായിരുന്ന നമ്മളെ വി ലീവ്ഡ് അവേ. എന്തിന് എവേ ആയിരുന്നു? വാഗ്ദത്തങ്ങൾക്ക് എവയായിരുന്നു, പ്രോമിസുകൾക്ക് എവയായിരുന്നു, ദൈവത്തിന്റെ പദ്ധതികൾക്ക് നമ്മൾ ദൂരത്ത് നിന്നവരാണ്. എന്നാൽ ദൂരത്ത് നിന്ന എന്നെ ഒന്ന് വായിക്കോ, 2:13 പോലെ വായിച്ചു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നോക്ക്, യേശുവിനെ ഒരു വ്യക്തി
സ്വീകരിക്കുമ്പം അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ യു ആർ ബിക്കമിങ് ദ പാർട്ട് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. ഒരു രാജ്യമാണ് നിങ്ങൾ നോക്ക്. ആ ഒരു രാജ്യമാക്കി കർത്താവ് എന്നെയും നിങ്ങളെയും പണിയുകയാണ്. പണ്ട് ദൂരസ്ഥരായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തനിമിത്തം എന്റെ പാപം കടും ചുവപ്പായിരുന്നു. എനിക്ക് കർത്താവിനെ അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തിന്റെ മോഹങ്ങളിലും പാപങ്ങളിലും ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ എന്ത് ചെയ്തു? എന്നെ സമീപസ്ഥനാക്കി. എന്നിട്ട് ദൈവവചനം പറയാണ്, അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ആര്യ? ജൂസ് ആൻഡ് ജെന്റൈൽസ്. നോക്ക്, ഇസ്രയേലിനെയും യഹൂദന്മാരെയും തൻ ജാതികളെ ഇരുപക്ഷത്തെയും നോക്ക്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവൻ അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. പ്ലീസ് വി ഹാവ് റിസീവ്ഡ്. അല്ലെ, നമുക്ക് ഭാഗ്യം നമ്മൾ പറയും വീണ് കിട്ടിയ ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും വീണ് കിട്ടിയതാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നും കിട്ടിയതല്ല. നമ്മൾ ദൂരസ്ഥരായിരുന്നു. നമ്മൾ വാഗ്ദത്തത്തിന് വി ലീവ്ഡ് അവേ ഫ്രം ദ പ്രോമിസ്. അന്യന്മാരായിരുന്നു വാഗ്ദത്തങ്ങൾക്ക്. എന്നാൽ അവൻ ഇരുപക്ഷത്തെയും യഹൂദനെയും യമനെയും അവൻ ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്തിൽ നീക്കി. ന്യായപ്രമാണം എന്ന ശത്രുത്വം, നിയമം അനുസരിക്കാൻ നോക്ക്. അവർക്ക് നിയമങ്ങളെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിയമങ്ങളെ തന്നേക്ക് എന്ന് ഇസ്രയേൽ പറഞ്ഞപ്പോൾ ദൈവം അവർക്ക് നിയമങ്ങളെ കൊടുത്തു. പക്ഷെ നിയമം അവർക്ക് അനുസരിക്കാൻ പറ്റിയില്ല. ഒരു നിയമം അനുസരിക്കുമ്പോൾ അടുത്ത നിയമത്തിൽ അവർ തെറ്റും. അത് അനുസരിക്കാൻ നോക്കുമ്പോൾ അവരുടെ നടപ്പിൽ അവർ ശരിയാകുമ്പോൾ അവരുടെ നോട്ടത്തിൽ അത് തെറ്റും. നോട്ടത്തിൽ അവര് നന്നാകാൻ നോക്കുമ്പോൾ അടുത്തതിൽ അവർ തെറ്റാൻ തുടങ്ങും. നിയമം അവർക്ക് അനുസരിക്കാൻ പറ്റിയില്ല. നിയമം അനുസരിക്കാൻ നിയമം അനുസരിക്കാൻ പറ്റാത്തപ്പോഴല്ലേ ഒരാൾ കുറ്റക്കാരനാകുന്നത്, അല്ലെ? പ്രീസ്. എന്നാൽ ഈ നിയമത്തെ ഒരാള് ഈ ഭൂമിയിലേക്ക് സ്വർഗം ചായച്ച് സ്വർഗത്തിൽ നിന്ന് പാപമില്ലാത്ത ഒരുവൻ ഇറങ്ങി വന്ന് ആ നിയമത്തെ മുഴുവൻ തന്നിലേക്ക് ആ നിയമത്തെ മുഴുവൻ വഹിച്ചു. ആ ന്യായപ്രമാണത്തെ മുഴുവൻ തന്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. എന്നിട്ട് ഇന്ന് ഒറ്റ നിയമമേ ഉള്ളൂ. പ്രീസ്. അവനിലോട്ട് നോക്കുന്നവർ പ്രകാശിതരാകും. ഇന്ന് ഒറ്റ നിയമമേ ഉള്ളൂ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന യേശുവിന്റെ ഉള്ളിലേക്ക് ഒരു വ്യക്തി വരണമെന്ന് പറഞ്ഞാൽ ദൈവവചനം പറയാണ്, ഹി ബിക്കംസ് എ ന്യൂ ക്രിയേഷൻ ആൻഡ് ദ ഓൾഡ് ഹാസ് ഗോൺ. പഴയത് കഴിഞ്ഞ് അവൻ പുതിയതായി തീരും. പ്രീസ്. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് ഒരു പുതിയ പണി, എന്നിൽ ഒരു പുതിയ പണി തന്നെ. ഞാൻ പഴയ വ്യക്തി തന്നെയാണ്, പഴയ ഫ്ലഷിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ എന്റെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് വേറെയാണ്. പുതുക്കം പ്രാപിച്ചു. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി നടക്കുകയാണ്. ക്രിസ്തു എന്ന അടിസ്ഥാനം പണ്ട് ഞാൻ പണിതുകൊണ്ടിരുന്ന വേറെയുള്ള അടിസ്ഥാനത്തിന്മേലാണ് പണിതുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ എന്നെയും നിങ്ങളെയും കർത്താവ് പണിയുകയാണ്. എന്നിട്ട് 15-ാം വാക്യം പറയുകയാണ്, നോക്ക്, തന്റെ ജഡത്താൽ നീങ്ങിയ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം. 15-ാം വാക്യം, സമാധാനമുണ്ടാക്കിയുകൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. 19-ാം വാക്യം വായിച്ചു. ആകയാൽ നിങ്ങൾ ഇനിയും അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും. വിശുദ്ധന്മാരുടെ സഹപൗരക്കാരും വിശുദ്ധൻ ദൈവത്തിന്റെ ഭവനക്കാരുമാണ്, വീട്ടുകാരുമാണ്. അല്ലേ? എന്നെയും കർത്താവ് നോക്ക്, ഹോളി ഫാമിലി ആയിട്ട് കർത്താവ് എന്നെ നിങ്ങളെയും മാറ്റി, ക്രിസ്തുവിന്റെ ഭവനക്കാരാക്കി മാറ്റി. അതുകൊണ്ട് പ്രീസ്, ആ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്നെങ്കിൽ ഒരു പ്രതികൂലമായ കാറ്റ് വന്നാലും അത് ദ വിൻഡ് വിൽ പാസ്. ആ കൊടുങ്കാറ്റ് അങ്ങ് എന്ത് ചെയ്തു? നീങ്ങിപ്പോയിക്കോളും. പ്രീസ്, യേശു എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ പണിയപ്പെടുകയാണോ ഒന്നിലും നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. 1 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായം, 1 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ചേർത്ത് വായിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഞാൻ നോക്കെ, എനിക്ക് ലഭിച്ച ദൈവകൃപ ഈ തെരഞ്ഞെടുപ്പ് ലഭിച്ചതാണ്. ഈ ദൈവകൃപ ലഭിച്ചതാണ്. നമ്മുടെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും ഒന്നും നമ്മള് കർത്താവിന്റെ അടുത്ത് വന്നതല്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമായി കിട്ടിയതാണ്. ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ ദാനമാണ്. ആ കർത്താവിനെ അങ്ങ് ഒരു കാറ്റ് കാണുമ്പോഴത്തേക്ക്, ഒരു പ്രതിസന്ധി കാണുമ്പോൾ, ഒരു യുദ്ധം കാണുമ്പോൾ എല്ലാം തീർന്നിട്ടില്ല.
പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. കർത്താവ് ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് അങ്ങനെ ചില വിഷയങ്ങളിലൊക്കെ തീർന്നു എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരോട് ഞാൻ പറയാം, തീർന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കാരണം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് എന്നെയും നിങ്ങളെയും പണിതിരിക്കുന്നത്. ഒരു ഇളകാത്ത പാറമേലാണ് ഞാൻ നിങ്ങളെ വാരിക്കുന്നത്. ആ കോണർ സ്റ്റോണിന്റെ മേലാണ് ഞാൻ നിങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ലജ്ജിക്കാൻ എന്റെ കർത്താവ് ഒരിക്കലും സമ്മതിക്കത്തില്ല. ആ ധൈര്യം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഇവിടെ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല. എന്നിട്ട് പറയാണ്, പൊന്ന വെള്ളി വായിക്കാവോ? ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. നോക്ക്, യേശു എന്ന അടിസ്ഥാനത്തിന്മേൽ ഞാനും നിങ്ങൾ പണിയപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒന്നിലും ലജ്ജിക്കത്തില്ല. പ്രൈസ്. നോക്ക്, പൊന്ന് തീർന്നു പോകും, വെള്ളിയുടെ വില ഇടിഞ്ഞു പോയെന്നിരിക്കുക, പൊന്നിന്റെ വില ഇടിഞ്ഞു പോയെന്നിരിക്കുക, ഷെയർ മാർക്കറ്റ് കൂപ്പുകുത്തി പോയെന്ന് ഇരിക്കാം, നമ്മള് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി അതിന്റെ റേറ്റ് താന്നു വന്നെന്നിരിക്കും. പക്ഷേ ദൈവമക്കളെ, നിങ്ങളുടെ വാല്യൂ എന്നും കൂടി വരുവത്തുള്ളൂ. നിങ്ങളുടെ വില ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. യു ആർ പ്രഷ്യസ് ഇൻ ദ ഐസ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ ഏറ്റവും വില പിടിച്ച വ്യക്തിയാണ്. നിങ്ങൾ വിലയേറിയ മുത്തുകളാണ്. കാരണം ഞാൻ ക്രിസ്തു എന്ന മൂലക്കല്ലിന്റെ മേൽ അടിസ്ഥാനപ്പെട്ട് പണിതിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട്. അത് പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ്ലീഹ 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദൈവവചനമാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 4 മുതൽ മനുഷ്യർ തള്ളിക്കളഞ്ഞു. നോക്ക്, മനുഷ്യർ ചിലപ്പോൾ തള്ളി. മനുഷ്യർ നോക്കുന്ന, ലോകം നോക്കുന്ന വാല്യൂ ഇതാ കേട്ടോ. അവൻ എന്നാ സ്വത്തുണ്ട്, അവന്റെ ആകെ അസറ്റ് എന്തുമാത്രമാണ്, ഇത് ഈ ലോകത്തിന്റെ കണ്ണിൽ ഇതാ. എന്നാൽ മുമ്പേ ഷീന പറഞ്ഞതുപോലെ അടിസ്ഥാനം കാണാൻ പറ്റുന്നില്ല. എവിടെ അടിസ്ഥാനം കിടക്കുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല. അത് എപ്പോഴാ കാണാൻ പറ്റുന്നത് അറിയാവോ? ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ. പ്ലീസ്, ലോകത്തിന്റെ കണ്ണിൽ നമ്മൾ പണിയപ്പെടുമ്പോൾ നോക്ക്, ലോകം കാണുന്നത് നമ്മുടെ ഫേസ് വാല്യൂ ആ കാണുന്നത്, ലോകം കാണുന്നത് നമ്മുടെ അസറ്റ് വാല്യൂ ആണ്. ലോകം കാണുന്ന അവരൊക്കെ വലിയ കുഴപ്പമില്ല, ഇച്ചിരി അത്യാവശ്യം നല്ലവണ്ണമൊക്കെ പോകുന്നു, അത് ലോകത്തിന്റെ കാഴ്ചയാണ്. പക്ഷേ പ്ലീസ്, ദൈവമക്കൾ എവിടെയാണ്? ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ്. ഈ പറഞ്ഞ ഈ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാറ്റിനില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടുപുറത്തൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു പനിക്കില്ല അല്ലെ? നമ്മൾ കരുതി വെച്ചിരിക്കുന്നൊക്കെ ഒരു പനിക്കില്ല. എന്നാൽ യേശു ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്നിനും കുറവ് വരത്തില്ല. കൊടുങ്കാറ്റ് അടിച്ചാലും, പ്രതികൂലം വന്നാലും, ഏത് വലിയ യുദ്ധങ്ങൾ വന്നാലും അതിന്റെ അകത്തെല്ലാം ദൈവമക്കളെ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് വഴികളുണ്ട്. ഇവിടെ പറയാം, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും. തള്ളപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തള്ളിക്കളയുന്ന കണ്ടവാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയാം ആ കളയപ്പെടുന്നതിന്റെ വേദന. ഞാൻ ഇരുന്ന് കരഞ്ഞ സമയങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ ആരും ഷീന ഞാൻ കരയുന്ന കണ്ട നാണക്കേടല്ലേ എന്നോർത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഞാൻ വണ്ടി ഓടിക്കാൻ എന്റെ ഹൃദയം തകർന്ന സമയങ്ങളുണ്ട്. തള്ളിക്കളയുമ്പം അതിന് ഭയങ്കര ഇന്ന് ഇത് വെറുതെ പറയുന്നതല്ല. ആരാലൊക്കെയോ തള്ളിക്കളഞ്ഞവർ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. തള്ളപ്പെട്ടവരോട് ഞാൻ പറയാം, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതോ നിനക്ക് ഒരാളുണ്ട്. ഒരാൾ എപ്പോഴും കാണും. ആര് തള്ളിയാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആര് കൈവിട്ടാലും ഞാൻ ഒരു നാളും കൈവിടത്തില്ല എന്ന് പറഞ്ഞ ആ കർത്താവ് എപ്പോഴും കൂടാതെ ഹി വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. 24/7 ആണ് എന്റെ കർത്താവ്. നോക്ക്, ഈ ലോകത്ത് പലതൊക്കെ ക്ലോസ്ഡ് ആവും അല്ലെ, ക്ലോസ് ഡൗൺ ആകും. എന്നാൽ എന്റെ കർത്താവിന്റെ കരം ഒരിക്കലും ക്ലോസ് ഡൗൺ ആകുന്നില്ല. 24 മണിക്കൂറും അവന്റെ ദൃഷ്ടി അവന്റെ ഭക്തന്മാരുടെ മേൽ, അവന്റെ മക്കളുടെ മേൽ അവന്റെ ദൃഷ്ടി അവൻ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ. അതാണ് യെശയ്യാ പ്രവാചകത്തിൽ നമ്മൾ വായിച്ചത്. നമ്മൾ അതുതന്നെ ഉറപ്പുള്ള അടിസ്ഥാനപ്പെട്ട് വിലയേറിയ മൂലക്കല്ലായ അടിസ്ഥാനക്കല്ലായി ഇട്ടിരിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഇവിടെ പത്രോസ്ലീഹ അവിടെ എഴുതുകയാണ്. നോക്ക്, മനുഷ്യർ തള്ളിക്കളഞ്ഞെങ്കിലും ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള അവന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങൾ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, നിങ്ങളും ജീവനുള്ള കല്ലുകൾ അവന്റെ അടുക്കൽ വന്നാൽ അവന്റെ ക്വാളിറ്റി നിങ്ങളിൽ വരും. ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിൽ വരും.
നിങ്ങളുടെ വാക്കിൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ദൃഷ്ടിയിൽ, നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം ആ കർത്താവിന്റെ ഒരു ടച്ച്. ചിലർ പറയല്ലേ, അവരെന്തേലും ചെയ്ത ഒരു പ്രത്യേക ടച്ചാന്ന് പറയല് അല്ലെ, പ്രീസ് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ഒരു ടച്ച് നിങ്ങൾ എന്നാ ചെയ്താലും അതിന്റെ അകത്ത് വരും. നിങ്ങളും ജീവനുള്ള കല്ലവേൽ എന്നതുപോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണി കഴിഞ്ഞിട്ടില്ല, പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ നമ്മള് വിശുദ്ധ പുരോഹിത വർഗമാക്കിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? ചിലപ്പോൾ ചില കാര്യങ്ങൾ പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനമൊക്കെ ഓൾറെഡി വീണു, പക്ഷെ എന്നിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ചിലരൊക്കെ ചോദിക്കും, ഞാൻ കർത്താവിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? പണി നടന്നുകൊണ്ടിരിക്കുക, പണി തീർന്നിട്ടില്ലെന്നേ. ഇവിടെ ദൈവവചനം പറയാ, നിങ്ങളെ വിശുദ്ധ പുരോഹിത വർഗമാക്കി അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പണി എന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, അയ്യോബിന്റെ കാലത്ത് ആ പണി തീർന്നപ്പം നോക്ക്, ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ചതുപോലെ ഇന്നൊരു വിഷയം കണ്ട് പതറിപ്പോകരുത്, ഒരു പ്രശ്നം കണ്ട് പതറിപ്പോകരുത്. അടുത്ത വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കൽ സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ച് പോകത്തില്ല. അത് ധൈര്യത്തോടെ തിരുവചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പണി നടന്നുകൊണ്ടിരിക്കുക, ഒന്നും വിഷമിക്കരുത്. പ്രൈസ്. യുദ്ധം ഉണ്ടായോ, നഷ്ടം ഉണ്ടായോ, പക്ഷെ ആ നഷ്ടത്തിന്റെ അകത്ത് ക്രിസ്തുവിൽ അങ്ങ് അടിസ്ഥാനപ്പെടും. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വേദന കർത്താവിന്റെ കൈ കൊടുക്കണം. ഡോണ്ട് ക്യാരി ദ പെയിൻ. ഈ പെയിൻ ക്യാരി ചെയ്യുമ്പോഴാണ് വലിയ ഒരു വിഷയം. നമ്മുടെ വേദന, ആ വേദനയെല്ലാം കൂടി അങ്ങോട്ട് തിങ്ങി നിറഞ്ഞ് BP എല്ലാം അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് എന്തിനാ ഈ വേദനയെല്ലാം പിടിച്ചുകൊണ്ട് നടക്കുന്നത്? നിന്റെ സകല ചിന്താകുലവും എന്റെ മേൽ ഇടാൻ പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്. ഹി കെയേഴ്സ് ഫോർ യു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവായതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും, എല്ലാ ഭാരവും, ഈ ബേർഡൻ എന്തിനാ നമ്മൾ ചുമിക്കൊണ്ട് നടക്കുന്നത്? ആ ബേർഡൻ ഹോൾഡർ ഉണ്ട്. എന്റെ ബേർഡൻ പിടിക്കാമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവന്റെ കയ്യിലോട്ട് അതങ്ങ് കൊടുത്തേ. അതിന്റെ ക്രിസ്തു എന്ന അടിസ്ഥാനപ്പെട്ടാണോ പണിതിരിക്കുന്നത്? ലജ്ജിക്കത്തില്ല. നിങ്ങളുടെ വീട് ക്രിസ്തുവിലാണോ പണിതപ്പെട്ടിരിക്കുന്നത്? ലജ്ജിക്കത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ കയ്യിലാണോ കൊടുത്തിരിക്കുന്നത്? ലജ്ജിക്കത്തില്ല. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ബിസിനസ്, നമ്മള് തങ്കുബ്രദർ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോണ്ട് ബി ദ ഓണേഴ്സ് ഓഫ് യുവർ ബിസിനസ്, ബി ദ മാനേജർ. നിങ്ങൾ അതിന്റെ മാനേജ് ചെയ്യാൻ, അതിന്റെ ഓണർ, ലെറ്റ് ഗോഡ് ബി ദ ഓണർ. ആ ദൈവം അതിന്റെ ഓണർ ആകാൻ തുടങ്ങുമ്പോൾ പ്രൈസ്, എന്നെ മാനേജ്, എന്റെ ബിസിനസിന്റെ മാനേജറാണ് ഞാൻ, കാര്യവിചാരകനാണ് ഞാൻ. പ്രൈസ്. നോക്ക്, അതെല്ലാം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫ്രം ഗോഡ്. ഇത് ദൈവത്തിൽ നിന്നുള്ളത്. അങ്ങനെ എനിക്ക് 1 രൂപ ഉണ്ട്, നമ്മുടെ കഴിവും എടുക്കും, 1 രൂപ ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് ആ ഒരു അതിന്റെ ഓണർഷിപ്പ് അങ്ങ് കർത്താവിന് കൊടുത്താൽ മതി. മൈ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ഇൻക്രീസ്. എല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു കർത്താവാണ്, താക്കുന്ന കർത്താവല്ല. നിന്റെ തല താഴാൻ കർത്താവ് സമ്മതിക്കല്ല. നിങ്ങളും ജീവനുള്ള കല്ലുകളാകേണ്ടതിന് എന്റെ കർത്താവ് പണിയപ്പെടുകയാണ്. എന്നെ നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കത്തില്ല. ഇന്ന് ചില വിഷയമൊക്കെ കാണും, ചിലതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കും, പക്ഷെ ലജ്ജിക്കത്തില്ല. പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനമാണ്, ലജ്ജിക്കാൻ സമ്മതിക്കുന്നത്. സോ ലെറ്റ് us pray. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ഈ there is a mighty shift happening. ആരുടെയൊക്കെയോ ജീവിതത്തിൽ സാമ്പത്തികമായ രംഗത്ത്, വീട്ടിൽ ഒക്കെ ഒരു ഷിഫ്റ്റ് നടക്കുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുകയാണ്. ഒരു ഷിഫ്റ്റ് വരികയാണ്. ഇന്ന് ഒരു പ്രതിസന്ധിയാണോ നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? നോ, ഞാൻ ആ പ്രതിസന്ധിയെ ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്, ഒരു ഉന്നതമായ ഒരു വാതിലായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ ഇന്നലെ ആ സഹോദരനോട് സംസാരിച്ചപ്പം ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, ഇത് 20ാം നിലയിൽ നിന്ന് താഴോട്ട് ചാടാനുള്ള പ്രതിസന്ധി അല്ല, ഇതൊരു ഷിഫ്റ്റാണ്. അടുത്തൊരു ഷിഫ്റ്റിലോട്ട് കർത്താവ് നടത്തുക. ഇത് തകർന്നു പോകാനല്ല. ഇനിയൊരു കാലം വന്നു. നോക്ക്, ഇയ്യോബിനെ ഇരട്ടിയായി അനുഗ്രഹിച്ച, നോക്ക്, എല്ലാത്തിലും ഇരട്ടിച്ചു, എല്ലാത്തിലും നന്മ വർദ്ധിച്ചു. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. എന്റെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. നിങ്ങൾ ഇയ്യോബിന്റെ പുസ്തകം 5ാം അധ്യായം വായിച്ചാൽ മതി. അതിന്റെ അകത്ത് അവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. പ്ലീസ്, ഞാൻ സമയം പോയതുകൊണ്ട് അല്ലെങ്കിൽ അതും കൂടി എടുത്തൊന്ന് വായിച്ചേനെ. സോ നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങും, ദൈവകൃപ ഇറങ്ങും, മഹത്വം ഇറങ്ങും. ആ ക്രിസ്തുവിൽ തന്നെ ഉറപ്പിച്ചിരുന്നോണം. അവിടെ ആ പാറമേൽ തന്നെ അടിസ്ഥാനം വിട്ട് പണിതോണം. ഒന്നിലും ലജ്ജിക്കത്തില്ല.
പ്രാർത്ഥിക്കാം ഷീന. യേശുവേ സ്തോത്രം കർത്താവേ. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ Thank you, സമർപ്പിക്കുന്നു കർത്താവേ. വചനം ജീവനുള്ളതാ, അത് ഇരുവായ്ത്തലയുള്ള വാള, അത് സന്ധിമന്യകളെ തുളച്ചു കയറുന്ന വചനമാ. ആ വചനം ഓരോരുത്തരുടെ മേലും അത്ഭുതം പ്രവർത്തിക്കണം കർത്താവേ. ആ ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് ജീവിതം പണിതെടുക്കുവാൻ, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കാൻ ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുമെന്നുള്ള ഉറപ്പും വിശ്വാസവും ഹല്ലേലൂയ കർത്താവെ കേൾക്കുന്ന ഓരോ മക്കൾക്കും കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന വിഷയങ്ങളിൽ എന്റെ കർത്താവിന്റെ കാര്യം ഇറങ്ങി ചെല്ലണമേ. അവരെ ഉയർത്തി മാനിക്കണമേ. ലജ്ജിച്ചു പോകത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജിച്ചു പോകത്തില്ല. കടഭാരം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. വഴികൾ തുറക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ചില രോഗവുമായി വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്ന, ചില മുറിവുകൾ കരിയാതെ ശരീരത്തിൽ ഇരിക്കുന്ന ചിലരെ എന്റെ കർത്താവ് തൊടുക. ഇപ്പോൾ തന്നെ മുറിവ് കരിയുക. അതിൻ്റെ അകത്തുള്ള പഴുപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അത്ഭുത സൗഖ്യം കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. മനസ്സിന് മുറിവേറ്റിരിക്കുന്നവരുണ്ട്, കർത്താവിന്റെ കരം അവരെ തൊടുക. ഇപ്പോൾ തന്നെ ആ മുറിവുകളെല്ലാം മാറട്ടെ. എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും പരിശുദ്ധാത്മാവെ നീ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവെന്ന അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ, ആ കർത്താവിൽ ആശ്രയിച്ച് വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ആ കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. എവിടെയെങ്കിലും ക്രിസ്തുവിൽ എന്ന അടിസ്ഥാനത്തിന്മേൽ ഞങ്ങൾ ഇളകിപ്പോയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ അടിസ്ഥാനത്തിന്മേൽ ചേർത്ത് ഞങ്ങൾ പണിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു കർത്താവെ. അവിടുത്തെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ വലിയ പണികൾ നടക്കട്ടെ. നിങ്ങളെയും ജീവനുള്ള കല്ലുകളാക്കി അവൻ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യർ തള്ളിയതാണെങ്കിലും ദൈവം തള്ളിയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. നീ മരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചാകേണ്ട ആവശ്യമില്ല, നീ ചാകേണ്ട ആവശ്യമില്ല. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ പുതുവഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഡെറ്റിനെയും ഞാൻ ക്യാൻസൽ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായ വെല്ലുവിളികളെല്ലാം പൂർണ്ണമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനെ ചവിട്ടി കടലിന്റെ അടിയിലോട്ട് ഞങ്ങൾ മുക്കുക. സാമ്പത്തികമായ വെല്ലുവിളികളെ ചവിട്ടി കടലിന്റെ അടിയിൽ ഞങ്ങൾ മുക്കിക്കളയുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. രോഗികൾ ശരീരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ലെറ്റ് there be mighty healing on bodies. യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ മാത്രമല്ല, മനസ്സിന്റെ മുറിവ്, ശരീരത്തിന്റെ മുറിവിനേക്കാൾ വേദനയാണ് മനസ്സിന്റെ മുറിവിന്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എല്ലാ മുറിവും ഉണങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവെ അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ, കുഞ്ഞുങ്ങൾ ബ്ലസ്ഡ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഉയർച്ച പ്രാപിക്കട്ടെ. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. വീടുകൾ അത്ഭുതമായി മാറട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വി ആർ ചോസൺ ആൻഡ് വി ആർ പ്രഷ്യസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. നിങ്ങൾ വിലപ്പെട്ടവരാണ്. മനുഷ്യർ തള്ളിയതായിരിക്കും, പക്ഷെ നിങ്ങൾ കർത്താവിന്റെ കണ്ണിൽ നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടവരാണ്. ആ കർത്താവിനെ മുറുകെ പിടിച്ചോ, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. യേശു വേറെ ഒരു അടിസ്ഥാനത്തിന്മേലും പണിയാൻ പോകാൻ. എനിക്ക് പൊന്നുണ്ട്, വെള്ളിയുണ്ട്, അസറ്റ് വാല്യൂ ഉണ്ട്, സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, എനിക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വീഴും. എനിക്ക് പൊന്നിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പൊന്നു വീണേക്കാം, വെള്ളി വീണേക്കാം. പൊന്നും വെള്ളിയിലും ഒന്നുമല്ല. പ്രീസ് ആ കർത്താവിലാണോ ഞാനും നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്ത് കാറ്റടിച്ചാലും, ഞാൻ ഉറപ്പുള്ള അടിസ്ഥാനമായ ക്രിസ്തുവിൽ നിങ്ങൾ പണിയുന്നെങ്കിൽ എന്ത് കാറ്റടിച്ചാലും അതിൽ നിന്ന് കുടഞ്ഞൊരു എഴുന്നേപ്പുണ്ട്. അതിൽ നിന്ന് തല ഉയർത്തി മേളിലോട്ടൊരു വരവുണ്ട്. ഇരട്ടിയായി ആരോട് പറയുക? നിങ്ങളെ ഇരട്ടി, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയായി എന്റെ കർത്താവ് അനുഗ്രഹിക്കും.
ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയായിട്ട് എന്നെ കർത്താവ് അനുഗ്രഹിക്കും. സോ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ, ഹാവ് എ വണ്ടർഫുൾ ടൈം ആൻഡ് ഷെയർ ദ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിങ് ടു മെനി. നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ ഒരു ഇതായിരിക്കും 20-ാം നിലയിൽ നിന്ന് ചാടാതിരിക്കാൻ ഒരാളെ. ഞാൻ ഇന്നലെ ആ ബ്രദറിനോട് ഐ വാസ് ട്രാവലിംഗ്, അതുകൊണ്ട് ഒരു 3/4 മണിക്കൂറോട് ആ സഹോദരനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞത് പ്രൈസ് ഒരാളുടെ ഒരു ജീവൻ നോക്ക്, ഒരു ജീവന്റെ വില ഈ ലോകത്തെക്കാൾ വിലപ്പെട്ടതാണെന്ന് കർത്താവ് പറഞ്ഞു അല്ലേ. എവറി പേഴ്സൺ ഇസ് പ്രഷ്യസ് ഫോർ ദ ലോർഡ്. കർത്താവിന് എല്ലാവരും വിലപ്പെട്ടവരാണ്. സോ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒരു നന്മയാകും, ഒരനുഗ്രഹമാകും. സോ ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. Until then, under the wings of the Lord. God bless.